ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നു. ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു, പക്ഷേ അതിൽ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റിയില്ല. രണ്ടാമത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് മ്യൂസിക് കട്ടായി പോയിട്ടുണ്ട്. സോ ഇന്ന് ആ പ്രശ്നങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ഞാനൊരു കിടിലൻ വീഡിയോ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇന്നൊരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്, അതായത് ഗസ്റ്റ് മേക്കപ്പ് എന്നൊക്കെ പറയാം. നമുക്കൊരു ഫംഗ്ഷന് പോകാൻ വേണ്ടി നമുക്ക് ഇത്രയും മിനിമലായിട്ടും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യുന്നതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ്. അത് ഞാൻ ഡോട്ട് ആൻഡ് ഗിയുടെ ഒരു ബാരിയർ റിപ്പയർ പ്ലസ് ഹൈഡ്രേറ്റിംഗ് ജെന്റിൽ ഫേസ് വാഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഞാൻ ഒരു സൺസ്ക്രീൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ഡോട്ട് ആൻഡ് ഗിയുടെ തന്നെ വൈറ്റമിൻ സി പ്ലസ് ഇ സൺസ്ക്രീൻ ആണ്. സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീൻ ആണ്. സോ അടുത്ത സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഒരു ലിപ് ബാം ഇട്ട് കൊടുക്കാം. ലാ പിങ്ക് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ആണ് ഞാൻ ഇട്ടെടുക്കുന്നത്. ഈ ലിപ് ബാം നല്ല മോയ്സ്ചറായിട്ടിരിക്കും, അതുപോലെ തന്നെ ഒരു ടിൻഡഡ് ഫീലും നമുക്ക് തരും. ലിപ് ബാം ആണ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷനാണ്. സോ ഇത് ലാ പിങ്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ആണ്. ഫാൻ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഫാൻ ഇട്ടാൽ എൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ ഇടാണ്, കാരണം നല്ലോണം വിയർക്കുന്നുണ്ട്. സോ ഞാൻ നെക്സ്റ്റ് ഇടുന്നത് ഒരു പ്രൈമറാണ്. ഇത് ഏത് ബ്രാൻഡിന്റെ പേര് റോൺസിൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ആണ്. ഞാൻ മീഷോന്ന് മേടിച്ചതാണ്. അറൗണ്ട് എത്ര 399 അത്ര ആയിട്ടില്ല, അതിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. സോ കുറച്ച് പ്രൈമർ എടുക്കുക. ഇതിന്റെ എഫക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇത്ര പ്രൈമറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ചിലപ്പം ശരിയാവാം, ചിലപ്പം കുളമാവാം. സോ ഇപ്പൊ ഫേസ് ഒക്കെ നല്ല 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 സോഫ്റ്റ് ആയിട്ട് തൊടുമ്പോ തന്നെ ഒരു ബലൂണിലൊക്കെ തൊട്ട ഫീലാണ്. മെബ്ലൈൻ്റെ ഒരു BB ക്രീമാണ് എടുത്തിരിക്കുന്ന. ഒരു ഷെയ്ഡ് 30 ആണ് എടുത്തിരിക്കുന്നത്. ഇത് ന്യൂഡ് ഷെയ്ഡാണ്. ഇത് കുറച്ച് അപ്ലൈ ചെയ്ത് ഇച്ചിരി എടുത്ത് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മതി. ഇതിൽ കൂടുതലൊക്കെ ആവശ്യമില്ല, കാരണം ഇത് ഭയങ്കരമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ മറ്റേ നമ്മള് പെയിന്റ് അടിച്ച് നടക്കൂല, അതുപോലെ ഫീൽ ആവും. പിന്നെ ഞാൻ NYBയുടെ 3-in-1 ഫൗണ്ടേഷൻ, പ്രൈമർ പ്ലസ് ഫൗണ്ടേഷൻ പ്ലസ് സൺസ്ക്രീൻ സെറം, ഇത് മൂന്നും കൂടെ ഉള്ള ഒരു കുറച്ച് ഫൗണ്ടേഷനോട് അപ്ലൈ ചെയ്ത് കൊടുത്തു. കാരണം രണ്ടും ഒരേ ഷെയ്ഡ് അല്ല. സോ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഒരേ ഷെയ്ഡ് കിട്ടും. നമുക്കിത് രണ്ടും കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണിന് താഴെ, കണ്ണിന് മണ്ടയിൽ, ഇവിടെ ഭയങ്കര ലൈറ്റ് ഷെയ്ഡാണ്. അപ്പൊ ഇനി ഇത്തവണ വിചാരിച്ച് ഇച്ചിരി ഡാർക്ക് ഷെയ്ഡുള്ള എന്തെങ്കിലും ഇടാന്ന്. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് അപ്ലൈ ചെയ്ത. സോ ഇത് ഫുൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്കിനി ഒരു ഗ്ലിറ്റർ എഫക്റ്റ് കിട്ടാൻ വേണ്ടിട്ട് ഈ ഒരു ഷെയ്ഡ് നമുക്ക് എടുക്കാം. ഇതുപോലെ എടുത്തിട്ട് നടുക്ക് നമുക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്തെടുക്കാം. അപ്പൊ എന്തോ ഒരു ഫീലില് ഇത് കൊള്ളാൻ തോന്നുന്നു. ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് നേരത്തെ എടുത്ത ഷെയ്ഡ് ഇവിടെ അങ്ങോട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ സാധനം നടുക്ക് മാത്രം വെച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ കണ്ണ് കാണാൻ ഒരു ഭംഗിയുണ്ടോ? വിജിലംബിച്ച് നിൽക്കുന്ന ഒരു ഫീൽ ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. ഇതിന്റെ മണ്ടയോടെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആയിട്ടുണ്ട്. ഇനി നേരത്തെ ഷെയ്ഡ് എടുക്കുക, ഇവിടെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ സാധനം മണ്ടകൾ വീണ്ടും ടാപ്പ് ചെയ്യുക. ഓക്കെ, ഇപ്പം കണ്ണ് കാണാൻ ഭംഗിയുണ്ടെന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് ചെയ്യാം. സാധാരണ എനിക്ക് ആകെ ഈ ഒരു രീതി മാത്രമേ ചെയ്യാൻ അറിയാവൂ. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഇതെടുക്കാം. വിങ് മാത്രം നമുക്ക് ജസ്റ്റ് ഇട്ട് കൊടുക്കാം. നോക്കിയാണേ, ഈ സൈഡ് കൊള്ളത്തില്ല. എനിക്ക് ഈ സൈഡ് ഭയങ്കര ഒരു ഇതാണ്, പക്ഷെ ഈ സൈഡ് പോസ് എനിക്ക് ഭയങ്കര അടിപൊളിയാണ്. ഹിലറി റോഡ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ആണ് ഐബ്രോ പാലറ്റ് മേടിച്ച് വെച്ചിരിക്കുന്നത്. ഇത് ഭയങ്കര അടിപൊളിയാണ്, നമുക്ക് ഒരുപാടായിട്ട് തോന്നത്തുമില്ല. ഞാൻ ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ് എടുക്കുന്നത്. കുറച്ച് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഇതുപോലെ ഇതിന്റെ ഇങ്ങറ്റത്ത് നിന്ന് വേണം തുടങ്ങാൻ.
മസ്കാര അയ്യോ മുഖത്ത് തെറിച്ച മുഖത്ത് തെറിച്ച് ആധാരം കണ്ണിനകത്ത് ഇങ്ങനെ 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 ഇങ്ങനെ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മസ്കാരയുടെ അറിഞ്ഞൂടാ. കുറച്ച് നമുക്ക് എടുക്കാം. അതിൽ തന്നെ ഒരു ബ്ലഷ് വെച്ച ബ്രഷ് ഉണ്ട്, അതെടുത്തിട്ട് ചിരിച്ചിട്ട് 2 ഡോട്ട് എടുക്കാം. ഇവിടെ 2 ഡോട്ട്, ഇവിടെ 1 ഡോട്ട്. ഇത് ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര ഒരു ഒരു നമുക്ക് അയ്യോ സൂപ്പർ. കണ്ട ഒരു പൂച്ചയുടെ ഫീൽ ഉണ്ടല്ലേ. ബ്ലഷ് ഇടാൻ പറ്റിയ ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് ഉള്ള ബ്രഷ് കൊണ്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇത് ഞാൻ പണ്ട് മീഷോയിൽ നിന്ന് അടിച്ചതാണ്. ഇതിന്റെ ലിങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ആഴ്സിന്റെ ഒരു ലിപ് ലൈനർ ഇട്ട് വരച്ചു കൊടുക്കണേ. സെല്ലാലക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ ഷെയ്ഡ് എനിക്ക് അറിയത്തില്ല, പക്ഷെ സാധനം ഭയങ്കര അടിപൊളിയാണ്. ഇത് കുറച്ചെടുക്കുക, ഇട്ട് കാണിച്ചു തരാം. ഇതൊരു വാട്ടർ റെസിസ്റ്റൻസ് ആണ്, വാട്ടർ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഇതിട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് സ്മച്ച് ചെയ്താ കണ്ട ഷെയ്ഡ് കണ്ട അക്കത് മതിയല്ലേ. കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം സെറ്റായി. ഭയങ്കര ഗ്ലോ ആയിട്ടും ഭയങ്കര ഗ്ലിറ്റർ ഫീൽ ആണ്. കാരണം ഈ സാധനം ഒരു ഗ്ലിറ്റർ എഫക്റ്റ് ആണ്. കണ്ട കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. കണ്ട ഒരു സംഭവമാണ് നമ്മുടെ ഇനി ഫേസിൽ കിട്ടാൻ പോണ. ഞാൻ ഫാൻ ഓഫ് ചെയ്ത് നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം. കത്തിച്ച് നോക്കണേ. ഇത് കണ്ട ഇവിടെ നോർമലാണ്, പക്ഷെ ഇവിടെ ഒരു തിളക്കം കണ്ടു. അതാണ് ഈ സാധനം. നമുക്കിത് മൊത്തത്തിൽ അടിക്കാം. ഇവിടെ മേക്കപ്പ് ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട്. കാരണം ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ ഒരു തിളക്കം. അതാണ് ഈ സാധനത്തിന്റെ പ്രത്യേകത. എത്രയൊക്കെ ചെയ്താൽ നമ്മുടെ നൈറ്റ് ഫംഗ്ഷനിൽ യൂസ് ചെയ്യാനാണ് ഇത് കൂടുതലും ബെറ്റർ ആയിട്ടുള്ളത്. കാരണം നമ്മള് ഒരു വൈഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുക, അല്ലെങ്കിൽ ഒരു ഗ്ലിറ്റർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയി നമ്മുടെ ഫേസിന് ഒരു ഗ്ലിറ്റർ എഫക്റ്റ് കിട്ടണമെങ്കിൽ ഈ സാധനം യൂസ് ചെയ്താൽ മതി. മോർണിംഗിനെയും കാട്ടി എനിക്ക് തോന്നുന്നു ബെറ്റർ നൈറ്റ് ആയിരിക്കും. ലൈറ്റിന്റെ ഒക്കെ രീതിയിൽ നമ്മുടെ ഫേസ് ഭയങ്കര ഗ്ലിറ്റർ എഫക്റ്റ് ആയിട്ട് നിൽക്കും. സോ നമ്മുടെ മേക്കപ്പ് ഒക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി തലമുടി ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. അതുകൂടെ കഴിഞ്ഞ് നമുക്ക് കംപ്ലീറ്റ് ആക്കാം ലുക്ക്. പണ്ടേ എനിക്ക് തലയിൽ കൊത്തുപണികൾ അറിഞ്ഞിടാത്തത് കൊണ്ട് തന്നെ എപ്പോഴും ഞാൻ ഓപ്പൺ ഹെയർ ആയിരിക്കും ചെയ്യുന്നത്. പണ്ടൊക്കെ ഞാൻ ഇവിടെയൊക്കെ പഫ് ചെയ്ത് വെക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അതിൻ്റെയൊക്കെ കാലഘട്ടം കഴിഞ്ഞു പോയതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കൊത്തുപണികളിലൊന്നും കിടക്കുന്നില്ല. ഹെയറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്തിട്ടതേ ഉള്ളൂ. ഇത് കൊള്ളാൻ തോന്നുന്നു. സോ ഫൈനൽ ഔട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം.